യേശു ശിഷ്യന്മാരുടെ ഇടയിൽ. യേശു ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നത് അവസാനമായിരുന്നു. കാരണം അനുയോജ്യമായ വിശ്വാസം അവർക്കില്ലായിരുന്നു. വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളും ലോകത്തിലേക്ക് അടയ്ക്കപ്പെട്ടിരിക്കട്ടെ. യേശു ഭക്ഷിക്കുന്നു. അവരുടെ ഹൃദയത്തെ കീഴടക്കുവാൻ അവിടുന്ന് ഒരു മാർഗവും ഉപേക്ഷിക്കുന്നില്ല. ആത്മാക്കളുടെ മാനസാന്തരത്തിനായി എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നതിനായിട്ടാണ് പിതാവ് എന്നെ അയച്ചത്. വളരെ വലിയ സഹനത്തിലൂടെ ഞാനത് നേടിക്കൊടുത്തു. നീയും ഇതുപോലെ ചെയ്യുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. സഹായം ആർക്കും നിഷേധിക്കരുത്. പാപങ്ങൾ മോചിക്കുക. ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ മോചിക്കുന്നതിനെ ദൈവത്തിൻ്റെ ശക്തി ദൈവം മനുഷ്യന് നൽകുന്നു. ദൈവത്തിൻ്റെ അനന്ത നന്മ കണ്ടാലും. ജനേസറത്തു തടാകം. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു, ഞങ്ങളും കൂടി വരുന്നു. സ്നേഹത്തിൻ്റെ അരുവിയിൽ നിന്നും നീണ്ട 3 വർഷക്കാലം മതിയാകുവോളം നിങ്ങൾ സ്നേഹം ആസ്വദിച്ചു. വല വലതുവശത്തേക്കെറിയുക. അതായത് നല്ലതും പരിശുദ്ധവുമായ നിയോഗത്തോടുകൂടി ജോലികൾ ചെയ്യുക. അവർ ധാരാളം മത്സ്യങ്ങൾ പിടിച്ചു. ആത്മാക്കളെ തേടിയിറങ്ങുമ്പോഴും ഇപ്രകാരമാണ് മിഷനറിമാരുടെ പ്രവർത്തനം സുഗമമാക്കുവാൻ ആത്മാക്കളെ ഒരുമിച്ചു കൂട്ടുന്നതും പ്രചോദനമരുളുന്നതും യേശുവാണ്. മനുഷ്യഹൃദയങ്ങളെയും അങ്ങ് പ്രചോദിപ്പിക്കുക. യോഹന്നാൻ യേശുവിനെ തിരിച്ചറിയുന്നു. കാരണം യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു. നീയും സ്നേഹിക്കുക. അപ്പോൾ യേശുവിനെ അനുഭവിച്ചറിയും. പത്രോസിനെ ഉടനടി പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ല. നിനക്ക് എങ്ങനെയാണ്?